വയനാട് തുരങ്കപാത നിർമ്മാണത്തോടുള്ള വിയോജിപ്പ് വീണ്ടും പരസ്യമാക്കി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പദ്ധതിയിൽ വേണ്ടത്ര പഠനം വേണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. എടുത്തുചാടിപ്പോയാൽ നാളെ തിരിച്ചു ചിന്തിക്കേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ലോലമായ പരിതാവസ്ഥയിൽ 6 മാസം മഴ, കനത്ത മഴ, വെള്ളപ്പൊക്കം ഇതെല്ലാം ഉണ്ടാകുന്ന കേരളത്തിൽ CPI എതിർക്കുകയല്ല. പക്ഷെ വേണ്ടത്ര ആലോചന വേണം, ശാസ്ത്രീയ പഠനങ്ങൾ വേണം, ജനങ്ങളെ ആകത്തിൻ്റെ വിശ്വാസത്തിലെടുക്കണം. അല്ലാതെ എടുത്തുചാടിപ്പോയാൽ ഒരു പക്ഷേ നമുക്ക് നാളെ ദുഃഖിക്കേണ്ടി വരും. അത് ഒഴിവാക്കണം എന്നാണ് CPI കാഴ്ചപ്പാട്. ഇതിൻ്റെ അർത്ഥം CPI എതിർത്തു എന്നല്ല. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, CPI എതിർത്തുവെന്ന് അല്ല അർത്ഥം എന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ടെങ്കിലും ഈ തുരങ്കപാത പരിസ്ഥിതിയോട് ഇണങ്ങി വേണം, അതിൽ എടുത്തുചാട്ടം വേണ്ട എന്ന് പറയുന്നത് പരോക്ഷമായ ഒരു എതിർപ്പ് തന്നെയല്ലേ ഷഫീദ്? ഉറപ്പായിട്ടും. കാരണം ഈ മുണ്ടക്കൈ ചൂതരമല ഉരുൾപൊട്ടലിന് പിന്നാലെ നമ്മൾ CPIയുടെ പ്രതികരണം ഈ വിഷയത്തിൽ കണ്ടതാണ്. വയനാടിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് മാത്രം ആ മെഗാ പ്രൊജക്ട് നടപ്പാക്കണമെന്നുള്ളതായിരുന്നു CPIയുടെ നിലപാട്. ആ നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി അനുമതി നൽകി, വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. 60 ഉപാധികളോടുകൂടിയായിരുന്നു ആ അനുമതി നൽകിയത്. ഇതോടുകൂടി നമുക്ക് കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകും. പക്ഷേ ആ ഘട്ടത്തിലും രാഷ്ട്രീയമായി CPI അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞ കാര്യങ്ങൾ, വയനാട്ടിലെ ദുരിതപൂർണ്ണമായിട്ടുള്ള യാത്രയ്ക്ക് പരിഹാരം കാണണം എന്നുള്ള കാര്യത്തിൽ CPIക്ക് ഒരു എതിരഭിപ്രായവുമില്ല. പക്ഷേ ആ നിർമ്മാണവുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ പാരിസ്ഥിതിക അവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണം. പരിസ്ഥിതി ലോല മേഖല എന്നുള്ളത് പരിഗണിക്കപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. CPI എതിർക്കുകയല്ല, പക്ഷേ വേണ്ടത്ര പഠനം വേണം, ശാസ്ത്രീയ പരിശോധന നടത്തണം, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. എടുത്തുചാടിപ്പോയാൽ നാളെ തിരിച്ചു ചിന്തിക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് കൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ CPI വിഷയത്തിൽ പുലർത്തിയിരുന്ന അവരുടെ ഒരു എതിർപ്പ് അതല്ലെങ്കിൽ നിലപാട്, അക്കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇനി CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ CPIയുടെ പിന്തുണ അത് സ്വാഭാവികമായും വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അതൊരു മെഗാ പ്രൊജക്റ്റാണ്. മാത്രവുമല്ല പലതരത്തിലുള്ള പല ഘട്ടങ്ങളിലുള്ള പഠനങ്ങളും പ്രവൃത്തികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കണം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ CPI വീണ്ടും എതിർപ്പ് കടുപ്പിക്കുകയാണെങ്കിൽ അതിന് മുന്നണിക്കുള്ളിൽ തന്നെ വലിയ നിസ്സഹകരണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് സർക്കാർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് CPI പരമാവധി ഇക്കാര്യത്തിൽ ചർച്ച നടത്തി CPI പറയുന്ന വിഷയങ്ങൾ അത് പാരിസ്ഥിതിക ആഘാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൂടി കേട്ടുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുക. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.